എല്ലാവർക്കും നമസ്കാരം. ജൂൺ 17, 2024 ബക്രീദ് ദിനം. 124 ആടുകളെ അറക്കാൻ വെച്ചിരിക്കുകയാണ്. മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമായിരുന്നു ബക്രീദ്. എന്നാൽ ആടുകളെ രക്ഷിക്കുവാനായി ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു. 30-കാരനായ വിവേക് ജി. അദ്ദേഹം ആളുകളെ 15 ലക്ഷം രൂപയ്ക്ക് വിലയ്ക്ക് വാങ്ങി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആടുകളുടെ ജീവൻ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം സ്വന്തം പണം പോലും തിരിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹം അത്രയും തുക മുടക്കി ആടുകളെ രക്ഷപ്പെടുത്തിയത്? അതിന് കാരണം അദ്ദേഹത്തിന്റെ മതമാണ് ജൈനമതം. ജൈനമതത്തിലെ പ്രധാന ആപ്തവാക്യം അഹിംസയാണ്. അവർ ഒരു ജീവിയും കൊല്ലില്ല, മാംസാഹാരം ഭക്ഷിക്കില്ല, തികഞ്ഞ സസ്യാഹാരികൾ കൂടിയാണ് ജൈനന്മാർ. ഹിന്ദുമതത്തോടൊപ്പം ജൈനമതവും ബൗദ്ധമതവും ഇന്ത്യയുടെ ആത്മീയ ചരിത്രം പ്രാധാന്യം ചെയ്ത പ്രധാന മതങ്ങളാണ്. ജൈനമതത്തിന്റെ ഉത്ഭവം. ജൈന വിശ്വാസപ്രകാരം ഈ മതത്തിന്റെ തുടക്കം ക്രിസ്തുവിന് മുൻപ് 9-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ടിനിടയിലാണെന്നാണ് കരുതപ്പെടുന്നത്. ജൈന ഗ്രന്ഥങ്ങൾ പറയുന്നതനുസരിച്ച് ഈ മതത്തിന്റെ ആദ്യ ഗുരുവായ തീർത്ഥങ്കരൻ ആദിനാഥൻ ഋഷഭദേവൻ ആയിരുന്നു. അദ്ദേഹം തന്റെ അനുയായികളെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് നയിച്ചു. ജൈനമതം 24 തീർത്ഥങ്കരന്മാരുടെ നേതൃത്വത്തിലാണ് വളർന്നത്. അവരിൽ ഏറ്റവും പ്രശസ്തനായ വർദ്ധമാന മഹാവീരനാണ്. മഹാവീരനും ജൈനമതത്തിന്റെ തത്വങ്ങൾ. ജൈനമതത്തിലെ 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു മഹാവീരൻ. ക്രിസ്തുവിനു മുൻപ് 599 മുതൽ 527 വരെ അദ്ദേഹത്തിന്റെ കാലഘട്ടം. അദ്ദേഹം അഹിംസ, സത്യ, അസ്തേയ, മോഷണം ഒഴിവാക്കൽ, ബ്രഹ്മചര്യം, അപരിഗ്രഹ, സമ്പത്തിനെ കുറച്ചുകൊണ്ടുള്ള ജീവിതം എന്നിങ്ങനെ പഞ്ചവ്രതങ്ങൾ പ്രചരിപ്പിച്ചു. ബുദ്ധനെപ്പോലെ തന്നെ മഹാവീരനും ഒരു രാജകുമാരനായിരുന്നു ജനിച്ചത്. എന്നാൽ അദ്ദേഹം രാജധാനി ത്യജിച്ച് സന്യാസത്തിലേക്ക് തിരിഞ്ഞു. കഠിനമായ തപസ്യയ്ക്ക് ശേഷം കൈവല്യജ്ഞാനം, സർവജ്ഞത നേടിയതോടെയാണ് മഹാവീരൻ ഒരു മഹാത്മാവായി അറിയപ്പെട്ടത്. മൗര്യ സാമ്രാജ്യവും ജൈനമതവും. പ്രസിദ്ധമായ മൗര്യ ചക്രവർത്തി ചന്ദ്രഗുപ്തൻ ക്രിസ്തുവിനു മുൻപ് 4-ാം നൂറ്റാണ്ടിൽ തന്റെ ഭരണം അവസാനിപ്പിച്ച് ജൈന സന്യാസിയായി മാറി. അദ്ദേഹം ഗുരുവായ ഭദ്രബാഹു സ്വാമിയോടൊപ്പം ജൈന മതത്തെ രാജസ്ഥാനിലും കർണാടകത്തിലുമൊക്കെ വ്യാപിപ്പിച്ചു. അശോക ചക്രവർത്തിയുടെ കാലത്ത് ജൈനമതം ഏറെ വീണ്ടെടുത്തു. ഈ കാലഘട്ടത്തിൽ ബുദ്ധമതത്തിനും ജൈനമതത്തിനും വലിയ പ്രോത്സാഹനം ലഭിച്ചു. ഗുപ്താനന്തര കാലം മുതൽ ജൈനമതം. ഗുപ്ത സാമ്രാജ്യത്തിന് ശേഷം രാജസ്ഥാനിലും